കണ്ണ് കണ്ടുകൂടാത്ത വിക്ടർ ദാസേട്ടൻ കോഴിക്കോട് പങ്കെടുക്കുന്ന റെസ്ലിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സിനിമയുടെ തുടക്കം. വിക്ടറിൻ്റെ കൂട്ടുകാരനാണ് അൽപായസുള്ള ഇവൻ. ഇവൻ്റെ ചേട്ടൻ എന്തോ ഇല്ലീഗൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇവനെ പ്രേരിപ്പിച്ചപ്പോൾ ഇവൻ സമ്മതിച്ചില്ല. അതിൻ്റെ പേരിൽ ചേട്ടൻ്റെ നിർദ്ദേശപ്രകാരം ഇവനെ വിക്ടറിന് മുമ്പിലിട്ട് കൊന്നുകളയുന്നു. കൊലയാളിയായ റസലിൻ്റെ മണം വിക്ടർ മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കുന്നു. കണ്ണ് കണ്ടുകൂടാത്തതല്ലേ, ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ച് വെറുതെ വിട്ട മനസ്സലിവുള്ള വില്ലനായിട്ടുള്ള റസലിനെ പക്ഷേ പിറ്റേ ദിവസം മണം വെച്ച് തന്നെ നമ്മുടെ വിക്ടർ തിരിച്ചറിയുന്നുണ്ട്. കാമുകിയെ വിളിച്ചപ്പോൾ കാര്യം പറയാതെ സസ്പെൻസ് ത്രില്ലർ കളിക്കാൻ നോക്കിയ മണ്ടനായ വിക്ടറിനെ അപ്പോൾ തന്നെ റസലിൻ്റെ ടീം തൂക്കുന്നു. റസലിംഗ് കളിച്ച് ഒരു ചോക്സ്ലാം വെച്ച് കൊടുത്ത് വിക്ടറിനെ ആസിഡിലിട്ട് കൊല്ലുന്നു. റസലിൻ്റെ അച്ഛനാണ് ചിട്ട് റോബോട്ട്, ടോണി. ഇവരെല്ലാം ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റിലെ അംഗങ്ങളാണ്. പട്ടിയുടെ കുണ്ടിയുടെ അകമ്പടിയുള്ള ഇൻട്രോ ഇട്ട് വന്ന ഇങ്ങേരാണ് ജോർജ്. വിക്ടറിന്റെ ചേട്ടനാണ് ജോർജ്. ഇവരുടെ അമ്മയുടെ വയറ്റിൽ പറക്കാത്ത മറ്റൊരു ഉടപ്പുറന്നോ കൂടിയുണ്ട്, അതാണ് മാർക്കോ. ഇത് നിങ്ങളുടെ പെട്ടുപോയ പാവാണ് എൻ്റെ അവസ്ഥ. നമ്മളെ ഫാമിലിയിൽ ആർക്കെന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാൻ ഒരാളേ ഉള്ളൂ. പക്ഷെ നമുക്കൊന്നും പറ്റിയില്ലല്ലോ. പേടിക്കണ്ട മോളെ, അതിനുള്ള വഴിയൊക്കെ ഉടനെ ഉണ്ടാക്കി തരും. ആട്ടിൻകുട്ടിയെ അറുത്ത് മാംസം ഭക്ഷിച്ചവർ അറിയണം അതിനും ഒരു ഇടയനുണ്ടായിരുന്നുവെന്നും നാളെ ഉത്തരം കൊടുക്കേണ്ടി വരുമെന്നും. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. അനിയൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് സ്ലോ മോഷനിൽ നടന്നു വരികയാണ് നമ്മുടെ മാർക്കോ. എൻ്റെ വിക്ടറിനെ ഇല്ലാതാക്കിയവരെ മുഴുവൻ ഞാൻ കൊല്ലും. ചോര കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും. തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. ഇവിടെ എല്ലാരും കൊണ്ടും കൊടുത്തും തീരണം. അതാ ഇവന് വേണ്ടേ. പുല്ല് തൂക്കിയല്ലോ നാഥ. അത് ശരിയാ, എല്ലാരും തീർന്നാ അത്രയും നല്ലതാണല്ലോ. ജോത്സ്യനാണോ ചേട്ടൻ കൊണ്ട അനിയൻ സൈക്കോ. ഞാനിപ്പോ കരയുവേ. അങ്ങനെ വീണ്ടും സിൻഡിക്കേറ്റ് കൂടുന്നു. ഇതുപോലെ കണ്ണ് കാണാത്ത ഒരു പാവം പയ്യനെ ആസിഡിൽ മുക്കി കൊല്ലാൻ മാത്രമുള്ള ക്രൂരത ഇവിടെ ആർക്കുമില്ല. I suspect some external involvement. അതിന് നിങ്ങളാണിത് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. മരണത്തെക്കാൾ വലിയ ശിക്ഷ എന്താന്ന് ഞാൻ അറിയിച്ചോളാം. നിന്ന് തള്ളാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. കുറെ നേരം കൊണ്ട് കാണാനുണ്ട്. കണ്ണി കാണുന്നവരൊക്കെ അച്ഛനാടാട്ട കാരണവന്മാരെ സ്വഭാവം കാണിച്ചാ താൻ വിവരം അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം എന്തോടാ പന്നി. അതിൻ്റെ ഇടയ്ക്ക് കേരള പോലീസ് തേരാപ്പാര നടന്ന് കണ്ണി കണ്ടവന്മാരെന്നൊക്കെ ഊക്ക് വാങ്ങിച്ചു പിടിക്കുന്നു. പോലീസുകാരോട് ഒട്ടും ബഹുമാനമില്ലാത്ത ആളാ ഞാൻ. സാറ് കേട്ടോ, ജോർജ് പേ പിടിച്ച പോലെ കണ്ണി കണ്ടവരെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നു. അല്ല, പോലീസുകാർക്ക് ഇതൊന്നും അന്വേഷിക്കേണ്ട. ഇതൊന്നും മരണങ്ങളല്ലേടേ. മറ്റേ കണ്ണു വയ്യാത്ത ചെറുക്കൻ്റെ മാത്രമേ മരണമാവുള്ളൂ. യവന്മാർ ജീവനൊന്നും വിലയില്ലേ? അത് ഇവിടുത്തെ ന്യായമാണ്. ഞങ്ങളും കൂടെ ഉണ്ടാവും. ഒറ്റയ്ക്കൊരു യുദ്ധം റിസ്ക് ആണ് മാർക്കോ. മണ്ടനായ മാർക്കോയെ നമ്മൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് യവന്മാർ എന്നെ കൂടെ കൊണ്ടു കിടന്ന് പറ്റിക്കുന്നു. എനിക്കറിയണം അവൻ എന്താ സംഭവിച്ചെന്ന്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഉപയോഗിച്ചാണ് മൃതദേഹം കരിച്ചത്. ഇതാണോടെ അച്ചവളരാമ ഇത്ര നാളായിട്ട് നീ കണ്ടുപിടിച്ചത്? വെറുതെ അല്ല ഇവിടെ അക്രമങ്ങളൊക്കെ കൂടണത്. ഇങ്ങനെയല്ലേ നീയൊക്കെ അന്വേഷിക്കണത്? ഇത്രയും വലിയ വിഷയങ്ങൾ ഇവിടെ നടക്കണത് പോരാഞ്ഞിട്ട് ജോർജ് കടത്തിക്കൊണ്ടുവന്ന സ്വർണം കൂടി യവന്മാർ ഒറ്റി കൊടുക്കണത്. അവനെ കൊണ്ട് ജോർജ് സയനൈഡ് കുടിപ്പിക്കും. കുടിപ്പിച്ച് അപ്പോഴും സ്ലോ മോഷൻ. ഇതിങ്ങനെ കോട്ടും സൂട്ടും നടക്കണ ഒരു നടരാജ വിഗ്രഹ ജന്മമായിപ്പോയല്ലേ. ഒരു യൂട്യൂബർ ആദ്യം നടന്ന കൊലപാതകത്തിൻ്റെ ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോലീസിനെ സമീപിക്കുന്നു. ഹയർ ഒഫീഷ്യൽ അത് കണ്ടപ്പോൾ തന്നെ എടുത്ത് കുപ്പത്തൊട്ടിയിലിറങ്ങി. ഈയിടെ അടിച്ച് പൊട്ടിച്ചിട്ടെങ്കിലും ഇടറേ, ഇത് ആരെങ്കിലും കൈ കിട്ടിയാൽ തീർന്നില്ലേ? എല്ലാം ഒരു കൊലയിലെ പഴങ്ങളായി പോയല്ലേ. മിഷൻ കംപ്ലീറ്റഡ്. ഈ മരണത്തോടെ കേരള പോലീസിനെ പിരിച്ചുവിട്ടു. പിന്നെ ഈ പടത്തിൽ കേരള പോലീസ് ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്കപ്പ്. ഞാനിവിടെ ഉള്ള കാര്യം നീ ഓർക്കുന്ന പോലുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഓർക്കാറുണ്ട്. എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം, കുട്ടികൾ വേണം. നമുക്ക് ഇത്തരം പറയാം. എന്തിനാ ഇത്രയും തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കൂച്ചിട്ടുണ്ട്. ഇവിടെയുള്ളവരൊക്കെ നിന്നെ വെറും അന്യനായി കണ്ട് ഒഴിവാക്കാണ്. അതുകൊണ്ട് ഞാനും നിന്നെ ഒരു അന്യനായി കണ്ട് നൈസായിട്ട് ഒഴിവാക്കുകയാണ്. ഇതെല്ലാം ഒരു റീസൺ ആടാ. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിലുള്ളത് ജോർജ് കാണണം. നമ്മളെ പറഞ്ഞ് പറ്റിക്കായിരുന്നടാ അവന്മാർ ഇതുവരെ. ടോണിയുടെ മകൻ റസല നമ്മുടെ വിക്ടറിനെ ഇല്ലാതാക്കിയത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ? അല്ലേലും അതങ്ങനെ. നമ്മൾ എത്രയൊക്കെ പുതുക്കി കളഞ്ഞാലും കുലുക്കി കളഞ്ഞാലും മൂത്രത്തിൻ്റെ ലാസ്റ്റ് തുള്ളി ഒന്നിൽ ചട്ടിക്കകത്താവും, ഇല്ലെങ്കിൽ കയ്യിലാവും. Sink while I'm winning, ain't nobody wanna bet you couldn't I'm out here to change the game. I ain't gonna be the one nobody can blame. തുടക്കം മുതലേ അടക്കം പറഞ്ഞ് നടക്കും കൂട്ടം എൻ്റെ എതിരെ. നിന്റെ വിരപ്പിൽ പിടിച്ച് ചാടി കേറി വന്ന കാലൻ ഇവിടെ. I can do this all day, call me Captain India. You know it's true when I say ഈ ലോകം എന്റെയാ. അവനാണ് വിക്ടറിനെ ഇല്ലാതാക്കിയത്. നിനക്ക് വേദനിക്കണ്ട. ഇല്ലടാ, ഒരു കയ്യല്ലേ പോയുള്ളൂ. ടൂറിന് പോയിട്ട് വീട്ടിൽ കക്കൂസി വന്നിരിക്കുമ്പോൾ ഉള്ള ഒരു ചുഖത്തിലിരിക്കുകയാണ് ഞാൻ. ജീവൻ ഇപ്പോഴും എൻ്റെ ഉണ്ട്. അവന്റെ പെണ്ണ് ഗർഭിണിയാണ്. വഴിയെ കൂടി പോയ ഏതോ ഒരുത്തൻ ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞുകൊണ്ട് പൂച്ചണ്ട് കൊടുത്തപ്പോൾ അത് വാങ്ങി വെച്ചിരിക്കണം. ചുമ്മാ അല്ല നേരത്തെ ഗർഭിണിയായത്. അയാളും ആ പെണ്ണും കൂടി നമ്മളെ പറ്റിക്കുന്നാണെങ്കിലോ? ഇല്ലാത്ത ഗർഭത്തിന്റെ പേരും പറഞ്ഞ്
മുദ്രാവാക്യം വേണ്ട, പയ്യെ പറഞ്ഞാൽ മതി. നിന്നെ പോലെ ടോക്സിക് ആയ ഒരാളുടെ കൂടെ ഐ കാൻ സസ്റ്റെയിൻ. ഈ പറയുന്ന ടോക്സിസിറ്റിയും ഒബ്സഷനുമാണ് എൻ്റെ സ്നേഹം. പിന്നെ ഞാൻ കാരണം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് നിന്റെ പേടിയെങ്കിൽ ഞാൻ ഉള്ളിടത്തോളം നിനക്കൊന്നും സംഭവിക്കില്ല. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്. എന്താ ഐശ്വര്യമായിട്ട് കയറിക്കോ. എന്നിട്ട് മാർക്കോ യവനെ തൂക്കി ആ പെണ്ണിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം എവിടെയെന്ന് മനസ്സിലാക്കി കുറേ പേര് അടിച്ചും വെട്ടിയും കൊന്നും കുത്തിയും അകത്ത് കയറി നോക്കിയപ്പോഴേക്കും ട്വിസ്റ്റ്, ആ പെണ്ണല്ല, പകരം വേറൊരു പെണ്ണ്. എടേ അവിടെ അല്ല പെണ്ണുള്ളെങ്കിൽ പിന്നെ എന്തിനിടെ ഇത്രയും പേരെ കുരുതി കൊടുത്തത്? എനിക്ക് സ്ത്രീകളിൽ മാത്രമല്ല താല്പര്യം, എൻ്റെ ഈ കൈ കൊണ്ട് ആരിലും ലഹരി പടർത്താൻ എനിക്ക് കഴിയും. ലഹരി പടർത്തിക്കൊണ്ടിരിക്കുന്ന ആ കയ്യും വെട്ടിയെടുത്ത് റസലിന് കൊണ്ടുകൊടുത്തപ്പോൾ റസൽ ആ പെണ്ണിനെ തിരിച്ചു കൊടുത്തു വിട്ട്. സൂര്യ, ദൈവം കത്തിയെടുത്തടാ, എന്നെ കൊല്ലാൻ പോണടാ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. അപ്പോഴാണ് ഇറച്ചി വെട്ടുകാരൻ സൈറസിന്റെ വരവ്. പുള്ളിക്കാരൻ പണ്ട് ടോണി ലഹരി പടർത്തിയ എന്തോ ഒരു ബന്ധമാണ്. അടാട്ട് കയറി ജോർജിന്റെ തടി കേടാക്കാൻ പറ്റിയ മിടുക്കന്മാരൊന്നും ഈ അങ്ങാടിയിലില്ല. ഇഷയ്ക്ക് വേദന തുടങ്ങി, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഡോക്ടറെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ഒരുക്കും. ഇങ്ങനെ വാക്കും വിശ്വസിച്ച് ആയി സെറ്റ് ഏതോ 2 പോക്കണം കെട്ട ഡോക്ടർമാരോട് വന്ന്. നിങ്ങൾ ആരും പേടിക്കണ്ട, ഇരുട്ട് ലീവ് ഇട്, പുറത്തുനിന്ന് വന്നവരെക്കാൾ പരിചയമാണ് ജോർജിന്. നമ്മളെ ഫാമിലിയിൽ ആർക്കെന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാൻ ഒരാളേ ഉള്ളൂ. ആട്ടിൻകുട്ടിയെ അറുത്ത് മാംസം ഭക്ഷിച്ചവർ അറിയണം, അതിനും ഒരു ഇടയനുണ്ടായിരുന്നു. നാളെ ഉത്തരം കൊടുക്കേണ്ടി വരും. ചോര കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. മരണത്തെക്കാൾ വലിയ ശിക്ഷ എന്താണ്? ഞാൻ അറിയിച്ചോളാം. ഞാൻ ഉള്ളിടത്തോളം നിനക്കൊന്നും സംഭവിക്കില്ല. അടാട്ട് കയറി ജോർജിന്റെ തടി കേടാക്കാൻ പറ്റിയ മിടുക്കന്മാരൊന്നും ഈ അങ്ങാടിയിൽ ആരും പേടിക്കണ്ട, ഇരുട്ട് ലീവ് ഇട്, പുറത്തുനിന്ന് വന്നവരെക്കാൾ പരിചയം. എല്ലാവരെയും കൊലക്കി കൊടുത്ത ശേഷം മുടി വെട്ടി അടിച്ചനച്ച് കുളിച്ച് പൗഡർ ഇട്ട് സ്പ്രേ ഒക്കെ പൂശി കോട്ടൺ സൂട്ട് വിട്ട് ഇറങ്ങുകയാണ് നമ്മുടെ മാർക്കോ പ്രതികാരം ചെയ്യാൻ. അണ്ണൻ ചാടി എണീറ്റ് അവരുടെ തോളത്തെ കൂടെ ചവിട്ടി 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 ചെമ്പടിച്ച് അവരെ പുറകിൽ കിടന്ന നേതാവിനെ കുത്തി 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 കുത്തി. മനസ്സലിവുള്ള സൈറസ് ആ പെണ്ണ് പ്രസവിച്ച കൊച്ചിനെ കൊല്ലാതെ ആസിഡിന്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. I'm not playing though, I'm a certified player. They be playing dead, got my single stuck inside the head. I'm the guy that did, I'ma put you 6 feet under. മണ്ണ് മൂടിയിട്ട് കൊണ്ടുപറകെ ഞാൻ എന്റെ തന്ത കഥന കഥകൾ കവിത കൊടുത്ത സിരികിൽ ഉണരും വരിക രചിച്ച് കടന്നു വരുന്ന തലമുറയ്ക്ക് നീ അപേക്ഷ പകരൻ എന്റെ ഗാനം. I'm a very good in the beat, I'm a cynical coming and making them mumbly watching and struggling for behind the enemy. Don't ever step up. എടാ അവ അങ്ങോട്ട് നോക്കിയല്ലടാ വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്കിൽ നിൽക്കുന്ന കൊഞ്ഞാണന്മാരെ പോയി വെട്ടടാ. അയ്യോ, അങ്ങനെ എല്ലാത്തിനെയും കൊന്ന് മാർക്കോ കൊച്ചിനെയും രക്ഷിച്ച് വർഷങ്ങൾ കടന്നു പോയിട്ടും മാർക്കോയുടെ മണ്ടത്തരങ്ങളൊക്കെ ഒന്നും ഒരു കുറവുമില്ല. ഇത്രയും ചെറിയ കൊച്ചിനെ ബീച്ചിൻ്റെ സൈഡിൽ ഒറ്റയ്ക്ക് കളിക്കാൻ വിട്ടിട്ട് ദൂരെ നിന്ന് വായുമ്പളം നോക്കിക്കൊണ്ടിരിക്കുന്ന മാർക്കോ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും കൊച്ചു പോയി. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാലം വന്ന് കാലം മാറി, കേരളക്കരയേറ്റ് പാടി. Yeah, yeah, that's what we say.